കരമുത്തേ മകരവിളക്കിനു മല കയറാൻ പോകാം. പമ്പാ സ്നാനം കഴിഞ്ഞു ഗണപതി പൂജയുമേകിടാം. കല്ലിടും കുന്നും നീലിക്കുന്നും കഠിനം കരിമലയും ശരം കുത്തിയാലും കടന്നു ഹരിഹരസുതനെ വന്ദിക്കാം. ശബരിനാഥൻ ഹരിഹരസുതനെന്നച്ഛൻ ചൊല്ലിയില്ലേ, ഈ മോൾക്കിന്നൊരു സംശയമച്ച ഹരിഹരരാണല്ലേ. മുത്തേ നിന്റെ മനസ്സിൻ സംശയമല്ലതു ശരിയല്ലോ. ഹരിയും ഹരനും വിഷ്ണു മഹേശ്വരരാണെന്നറിയണം. അവരുടെ അത്ഭുത സംയോഗത്താൽ അവതാരം കൊണ്ടു ഹരിഹരസുതനുടെ അവതാര ലക്ഷ്യം മഹിഷി നിഗ്രഹം. ചൊല്ലും കഥയല്ലേ അച്ഛാ, മോളെയുറക്കാൻ അച്ഛൻ ചൊല്ലും കള്ളക്കഥയല്ലേ. അല്ലിതു 4 യുഗങ്ങളിലാദ്യം സത്യയുഗം ത്രേതായുഗം. ത്രേതായുഗ കാലത്തെ കഥ ഇതു മകളെ കേൾക്കുനീ. സ്വർലോകത്തിനധിപന്മാരാം ദേവന്മാർക്കു ജരാനര നരക സമാനമവർക്കാ ദുഃഖം താങ്ങാനാവാതായി. ജരയും നരയുമകറ്റാനച്ഛ ദേവന്മാർക്കായില്ലേ, നമ്മൾ ഭജിക്കും ദേവതകൾക്കാ ദുഃഖം മാറിയില്ലേ. മോളെ ദുർഗതി വന്നാലാർക്കും ദുഃഖം വന്നിടും. ദേവനും അസുരനും ഒരുപോൽ ദുഃഖം കഷ്ടത നൽകിയിടും. കഷ്ടത മാറ്റാൻ ദേവന്മാർക്കൊരു പായം ഹരിയേകി. കഷ്ടപ്പെട്ട പാൽക്കടൽ മഥനം ചെയ്താൽ അമൃതു ലഭിക്കും. അമൃതെന്താണെന്നറിയാം തൊടിയിലെ വള്ളി കയക്കില്ലേ, മുത്തച്ചിക്ക് കഷായമരുന്നായി വൈദ്യരു പറഞ്ഞില്ലേ. മോളെ ആമൃതല്ലിതു ദിവ്യതയേറുന്ന ഔഷധമല്ലോ. ഇതു ഭക്ഷിച്ചാൽ ജരയും നരയും മരണവുമില്ലല്ലോ. അതുകൊണ്ടായതു ദേവന്മാരോടരുളി ശ്രീഹരിയും. അദ്ഭുതമായതു തനിയെ നേടാൻ ദേവന്മാർക്കായില്ല. ദേവന്മാർ ബലശാലികളാണെന്നമ്മ പറഞ്ഞല്ലോ, ആയവരിങ്ങനെ ദുർബലരായാൽ മാനുഷ്യരെന്താവും. ഒടുവിൽ പാൽക്കടൽ കടയാൻ അസുരന്മാരെ വിളിച്ചല്ലോ. മന്ദര പർവ്വതം കടകോലായി വാസുകി കയറായി. ഇരുഭാഗത്തും നിന്നവരാഞ്ഞു വലിച്ചു മഥിച്ചപ്പോൾ പാൽക്കടൽ
പാൽക്കടലിളകി കയ്യിൽ പാത്രവുമായൊരു മുനി വന്നു. മുനിയാരാണതു പറയൂ കേൾക്കാൻ കൗതുകമായച്ചാ. അമൃതം നേരെ പകുതി കൊടുത്തോ അസുരന്മാർക്കവരും. ആ മുനി സാക്ഷാൽ ധന്വന്തരിയാണമൃതിൻ കുംഭവുമായി. ഉയർന്ന നേരത്തെല്ലാം മറന്നു ദേവന്മാർ നിന്നു. ഓടിയണഞ്ഞവരസുരന്മാരാ മധുകുംഭവുമായി. പോയതു നോക്കി കണ്ണുമിഴിച്ചു നിന്നു ദേവന്മാർ. അയ്യോ അച്ഛാ, ദേവന്മാർക്ക് ദുർഗതി വന്നപ്പോൾ ബുദ്ധി പറഞ്ഞു കൊടുത്തൊരു വിഷ്ണു രക്ഷ കൊടുത്തില്ലേ. ദേവന്മാർക്കു ലഭിച്ചില്ലമൃതം അസുരരെടുത്തല്ലോ. അസുരന്മാരോടതു വാങ്ങാൻ ദേവന്മാർക്കായില്ല. പിന്നതു വാങ്ങാൻ വിഷ്ണു ഭവാനൊരു മോഹിനിയായി മാറി. മോഹിനി രൂപം കണ്ട സുരന്മാർ മോഹിതരായല്ലോ. അച്ഛാ, കേൾക്കാൻ കൊതിയേറുന്നു അമൃതൻ കുംഭവുമായി. ഹരിയാം മോഹിനി അസുരന്മാരെ കബളിപ്പിച്ചെന്നു. മോഹിനിയെ തൻ പ്രിയതമയാക്കാൻ കൊതിയോടസുരന്മാർ. ഒടുവിൽ കണ്ണു തുറക്കുന്നവരെ വരിക്കാൻ മോഹിനിയും. മഠയന്മാരവർ കണ്ണും പൂട്ടി കിനാവു കാണും നേരം. മധുകുംഭവുമായി മോഹിനി പോയി അമരന്മാരായി ദേവകളും. ഈ മോഹിനിയോ ശബരിനാഥന് മാതാവായച്ചാ. എങ്ങനെ കുഞ്ഞിനു മഹേശ്വരൻ പ്രിയ താതനുമായച്ചാ. അമൃതം കവരാൻ വിഷ്ണു മോഹിനിയായതറിഞ്ഞപ്പോൾ പരമേശ്വരനാ മോഹനരൂപം കാണാൻ കൊതിയായി. വീണ്ടും ഹരി മോഹിനിയായി ഹരനുടെ മുമ്പിലണഞ്ഞപ്പോൾ മോഹിതരായവരാ ബന്ധത്തിൽ പിറന്നു മണികണ്ഠൻ. കുഞ്ഞിനെ ആരു വളർത്തിയതച്ച മോഹിനി മാതാവോ. ആരവനെ താരാട്ടിയുറക്കി അമ്മിഞ്ഞ പാലേകി. പുത്രനെ അച്ഛനു നൽകി മോഹിനി രൂപം മറയുന്നു. ഹരിഹരപുത്രൻ കൈലാസത്തിൽ ശാസ്താവാകുന്നു. പാർവതി ദേവി മകനായവനെ കരുതി വളർത്തുന്നു. മയിൽ വാഹനനും ഗണപതിയും പ്രിയ സോദരരാകുന്നു.
മഹാദേവൻ. മകനെ നിന്നുടെ ജന്മോദ്ദേശം മഹിഷി നിഗ്രഹം. അതിനായി 12 ആണ്ടുകൾ ഭൂവിൽ പോയി വസിക്കേണം. ചൊന്നതു കേട്ടന്നയ്യൻ ദുഃഖം വന്നില്ലേ. മകനെ ഉപേക്ഷിക്കാനാതാതൻ മനസ്സു മടിച്ചില്ലേ. മണിയൊന്നവനുടെ കൊച്ചു കഴുത്തിൽ രക്ഷയ്ക്കായേകി. ദക്ഷിണ ഭാരത ഭൂവിൽ മാമല നാട്ടിലണഞ്ഞല്ലോ. കോമള ബാലസ്വരൂപം കൈക്കൊണ്ടയ്യൻ കുഞ്ഞായി. പമ്പാതീരത്താമണി കണ്ഠൻ പുഞ്ചിരി തൂകി ശയിച്ചു. മോളെ ആ വഴി പന്തളരാജൻ നായാടാൻ വന്നു. കൊച്ചൊരു കുഞ്ഞിൻ നിലവിളി പോലൊന്നകലെ കേൾക്കുന്നു. അവിടെയണഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കുഞ്ഞു കിടക്കുന്നു. പമ്പാ നദിയുടെ തീരത്തൊരു പൊൻകതിരു കിടക്കുന്നു. പൊന്മണി കണ്ഠനെ ആദ്യം പന്തളരാജൻ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയതെന്താണാദ്യം അത്ഭുതമോ ഭയമോ. മോളെ കുഞ്ഞിൻ തേജസ്സു കണ്ട രാജനും അത്ഭുതമായി. ഓടിച്ചെന്ന കൊച്ചുകുമാരനെ വാരിയെടുത്തല്ലോ. മാറിൽ ചേർത്ത പൊന്മണി കണ്ഠനെ താലോലിച്ചരചൻ. സന്തോഷത്താൽ കണ്ണുകൾ രണ്ടും നിറഞ്ഞു പോകുന്നു. സന്തോഷത്താൽ എന്തിനു പന്തളരാജൻ കരയുന്നു. എന്തിനാഥ കുഞ്ഞിനെ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നു. പന്തളരാജനു സ്വന്തം തനയനതില്ലാത്തൊരു ദുഃഖം. നെഞ്ചിലൊളിപ്പിച്ച ദമ്പതികൾ നേർച്ചകൾ നേരുന്നു. പ്രാർത്ഥനയോടവരങ്ങനെ നിത്യം കഴിഞ്ഞു പോകുമ്പോൾ കിട്ടിയൊരാ പൊന്മണിയെ രാജൻ കൺമണിയായി കരുതി. കൊട്ടാരത്തിലണഞ്ഞ കൺമണി നാടിൻ കൺകുളിരായി. അരനാഴികയവനെ കാണാഞ്ഞാൽ റാണിക്ക സ്വാസ്ഥ്യം. ഗുരുനാഥന്മാർ തെരുതെരെ
പകരുന്നു. ഓരോ വിദ്യയിലും മണികണ്ഠൻ അഗ്രിമനാകുന്നു. എങ്ങനെ അയ്യൻ കാട്ടിലണഞ്ഞെന്നച്ഛൻ ചൊല്ലില്ല. പമ്പാ തീരത്തയ്യൻ വന്നു പിണഞ്ഞൊരു പുണ്യകഥ. മോളെ നാളുകൾ പലതു കഴിഞ്ഞു റാണിയൊരമ്മയുമായി. സ്വന്തം മകനെ കണ്ടപ്പോൾ മുതലയ്യനെ അപ്രിയമായി. പന്തളരാജനു മണികണ്ഠനെയാണേറെ പ്രിയമതിനാൽ മന്ത്രിയൊരാളൊരു തന്ത്രത്താൽ ആപത്തു വരുത്തുന്നു. എന്താണച്ചാ മണികണ്ഠന് വന്നൊരാപത്ത്? ഹരിഹരനന്ദനോടാ മന്ത്രിക്കെങ്ങനെയ പ്രിയമായി. ദേവഹിതത്തിനു ജന്മം കൊണ്ടവനയ്യൻ നീ അറിയൂ. ആ നരജന്മം കൊണ്ടു മഹത്തൊരു കാര്യം സാധിക്കണം. പന്തള രാജ്യത്തങ്ങനെ വെറുതെ ഉണ്ടുമുറങ്ങിയിരുന്ന പമ്പാ തീരത്താ മഹിഷി വധമെങ്ങിനെ സാധിക്കും? എന്താണച്ചാ മന്ത്രിയൊരുക്കിയ തന്ത്രമതോദാമോ? മണ്ടൻ മന്ത്രിക്ക് മണികണ്ഠൻ ആരെന്നറിയില്ലേ? ഒരു നാൾ പന്തള യുവരാജാവായി അയ്യനെ അഭിഷേകിക്കാൻ രാജൻ നാട്ടിൽ വിളംബരമേകി പ്രജകൾക്കാഹ്ലാദം. മന്ത്രിയൊരുത്തൻ കുടിലതയാലൊരു തന്ത്രമൊരുക്കുന്നു. കൊട്ടാരത്തിലെ റാണിയും അവന് കഷ്ടം തുണയേകി. പന്തള മന്ത്രിയൊരുക്കിയ ചതിയുടെ കഥയൊന്നു പറയാമോ? അയ്യനെ രാജ്ഞി ചതിക്കുവതെങ്ങനെ എന്നു പറഞ്ഞു തരൂ. പട്ടൊളി മെത്തയിൽ ഉൾക്കടവേദന റാണി നടിക്കുന്നു. പെട്ടെന്നൊരു തലവേദന ചൊല്ലി പൊട്ടിക്കരയുന്നു. കൊട്ടാരത്തിലെ വൈദ്യന്മാർ വന്ന ഔഷധമേകുന്നു. എത്ര മരുന്നു കഴിച്ചിട്ടും ഫലമില്ലാതാവുന്നു. അച്ഛാ കൊട്ടാര വൈദ്യന്മാർ വന്ന് മരുന്നു കൊടുത്തിട്ടും വേദനയാലെന്ന് പന്തള രാജ്ഞി കരഞ്ഞതു നേരാണോ? ഇല്ലാ വേദനയാണതു മോളെ, അതിനു മരുന്നില്ല. പല വൈദ്യന്മാർ വന്നിട്ടും ഫലമില്ലാതായല്ലോ. ഒടുവിൽ മന്ത്രിയൊരുക്കിയ വൈദ്യൻ അപൂർവമരുന്നേകി. പുലിയുടെ പാലിൽ ചേർത്തു കഴിക്കാനുപദേശവുമേകി. പുലിയുടെ പാലു കറക്കാൻ
കേട്ടപ്പോൾ മോളെ സാഹസകർമ്മം ചെയ്തിടാൻ മനസ്സിലുറച്ചു മഹാരാജാവിൻ മുന്നിൽ മണികണ്ഠൻ. പുലിയുടെ പാലതു നേടാനച്ഛ എന്നെ അയക്കേണം, പ്രിയമാതാവിൻ വ്യാധിയകറ്റാൻ സമ്മതമരുളേണം. വൻപുലിമേയും കാട്ടിലാ മകനെ അയച്ചിടാൻ. പന്തളരാജന മനസ്സിനു ദുഃഖമൊരൽപ്പവും തോന്നിയില്ലേ. ഉണ്ണി മകനെ എങ്ങനെ നിന്നെ കാട്ടിലയക്കും ഞാൻ, പുലികൾ കൂണായി മാറാനോ ഹരി നിന്നെ എനിക്കേകി എന്നു പറഞ്ഞു മനസ്സിലൊരുൽക്കട ദുഃഖത്തോടെ പുലികൾ മേയും കാട്ടിൽ മകനെ രാജനയക്കുന്നു. വേഗം ചൊല്ലുക അവരുടെ തന്ത്രം വിജയം കണ്ടെന്നോ. ഒത്തിരി അറിയാൻ എന്നുടെ മനസ്സിൽ സംശയമേറുന്നു. ഇനി നിൻ സംശയമെല്ലാം മകളെ മനസ്സിൽ നിറയ്ക്കേണം, മകരവിളക്കിനു മല കേറുമ്പോൾ കഥയതു ചൊല്ലിടാ. ആ ശബരീശ്വര കഥകളുമോതി മലകൾ കയറുമ്പോൾ കല്ലും മുള്ളും കുഴികളുമെല്ലാം കാലിനു കമലദളം. ശബരിമലയ്ക്കു പോകാനുള്ള പൂജകളിന്നല്ലേ. എല്ലാ പുണ്യസ്ഥലങ്ങളും കാണാതെ നമ്മൾ മടങ്ങല്ലേ. കെട്ടുമുറുക്കുവാൻ നേരമായി പെരിയ സ്വാമി അണഞ്ഞല്ലോ. ദക്ഷിണയും നൽകി പൂജകൾ ചെയ്തു നാം കെട്ടും ശിരസിലേന്തി. കെട്ടിൽ കരുതിയ നാളികേരങ്ങളും കയ്യിൽ ശരങ്ങളുമായി മനസ്സിലും ചുണ്ടിലും ശരണം വിളിയുമായി മോളെ നമുക്കു പോകാം. അച്ഛാ പോകുന്ന യാത്രയിൽ മുമ്പത്തെ കഥകൾ പറയാമോ? കാട്ടില കൊച്ചുകുമാരനു യാത്രയിൽ ആരും തുണയില്ലേ. കൈലാസത്തിലിരുന്നു തൻ പുത്രനെ കണ്ടു മഹാദേവൻ. ഭൂതഗണങ്ങൾ കാഴ്ച കൊടുത്തവർ ഭൂമിയിലേക്കു വന്നു. ആരണ്യകത്തിലണഞ്ഞ കുമാരന്റെ ആജ്ഞാനുവർത്തികളായി ആയവരെ ചെറു പുഞ്ചിരിയോടെ അനുചരരാക്കുന്നു. പമ്പാ നദിയുടെ തീരത്തന്നയ്യപ്പൻ ചുറ്റി നടക്കും നേരം മഹിഷിയെ കണ്ടുവ പാലുള്ള പെൺപുലി അരികത്തു വന്നു നിന്നു. മഹിഷിയ നേരത്ത് മോളെ ദേവന്മാരുടെ ലോകത്തിൽ ദേവന്മാരോ വിഷ്ണു മഹേശ്വര സന്നിധി പോകുന്നു. അട്ടഹസിച്ചവളെത്തി ഭയന്നുപോയി കണ്ടവരെല്ലാരും അവളെ വധിക്കാൻ അവതാരം കൊണ്ടൊരാ ശാസ്താവിനെ തൊഴുന്നു. അച്ഛാ കൊച്ചുകുമാരൻ അന്നത്തേക്ക് മഹിഷിയെ കൊന്നെന്നോ. രാക്ഷസരൂപിണി മഹി അവൾക്കു 2 ഗ്രാമം കൊമ്പില്ലേ. മോളെയൊടുവിൽ മഹിഷിയുമായൊരു പോരിനു മണികണ്ഠൻ തമ്മിലടുത്തു തൊടുത്തു കൂരമ്പുകൾ തീമാറും പോരാട്ടം. അട്ടഹസിച്ചവളെത്തിയ നേരത്തു സ്വർഗം വിറച്ചുപോയി. മണികണ്ഠൻ മഹിഷിയെ വാരിയെടുത്തന്നു ഭൂമിയിലേക്കെറിഞ്ഞു. എവിടെയാണെരുമ പെണ്ണവൾ ഭൂവിൽ വീണതു ചൊല്ലാമോ? പിന്നവൾ ആ മണികണ്ഠനുമായി പോരിനൊരുങ്ങിയില്ലേ. അഴുതാ
നദിയുടെ തീരത്തു മോളെ അവളു നീ പതിച്ചു. അവളുടെ മേല ഹരിഹരപുത്രൻ താണ്ഡവമാടുന്നു. എല്ലുകളാകെ നുറുങ്ങി ഒടിഞ്ഞൊരു വന്മല പോലെ അവൾ വീണുപോയ ആകാശദേവതമാരെല്ലാം പൂമഴ പെയ്യുകയായി. എന്തു രസമുള്ള കഥയാണച്ച, പിന്നീടെന്തായി? അച്ഛനും അമ്മയുമായ ഹരിയും വിഷ്ണുവും എത്തിയില്ലേ? മോളെ വന്നു ത്രിമൂർത്തികളയ്യൻ അനുഗ്രഹമേകിടാൻ. പെൺപുലിയായി ദേവേന്ദ്രൻ, ദേവകൾ പുലിതൻ കുഞ്ഞുങ്ങൾ. വൻപുലി തന്നെ ചുമലിലെന്നയ്യൻ പന്തള നാട്ടിൽ വന്നു. പുലിവൃന്ദം കണ്ട ജനങ്ങളെലി പോലോടിയൊളിക്കുന്നു. പുലിയുടെ കൂട്ടവുമായി വന്നെത്തിയ കൊച്ചുകുമാരകനാ, കൊട്ടാരത്തിൽ അണഞ്ഞപ്പോഴവിടെ എന്തെല്ലാം ഉണ്ടായി? വൻപുലി മുകളിലിരിക്കും മകനെ കണ്ടു മഹാരാജൻ. കൊട്ടാരത്തിൻ പടികളിറങ്ങി ചെന്നെതിരേൽക്കാനായി. അച്ഛാ, പുലിയുടെ പാലു കറക്കാൻ ആളെ വിളിച്ചോളൂ. ഔഷധം അമ്മയ്ക്കേകാൻ ഇനിയും താമസം പാടില്ല. പുലിയുടെ പാലിൽ മരുന്നു കഴിക്കാൻ റാണി തയ്യാറായോ? തന്ത്രമൊരുക്കിയ മന്ത്രി പുലിയെ കണ്ടു ഭയപ്പെട്ടു. മോളെ തന്ത്രമൊരുക്കിയ മന്ത്രിയെന്നയ്യന്റെ പാദങ്ങളിൽ തൊട്ടുവണങ്ങിയ കുറ്റമതെല്ലാം ഏറ്റുപറഞ്ഞല്ലോ. ഇല്ലാ വ്യാധി നടിച്ചൊരു റാണിയതെല്ലാം ചൊല്ലിക്കരഞ്ഞു. പുഞ്ചിരിയോടമ്മയ്ക്കാമണി കണ്ഠൻ സാന്ത്വനമേകിയല്ലോ. പന്തള നാട് വെടിഞ്ഞയ്യനെങ്ങനെ ശേഷപരീശ്വരനാ? എങ്ങനെ കാനന മധ്യത്തിൽ ഇങ്ങനെ പുണ്യമം കോവിലുണ്ടാ? തന്റെ മകന്റെ മഹത്വങ്ങൾ കണ്ട രാജൻ കൈകൂപ്പുന്നു. അങ്ങാരാണെന്നടിയനു ദർശനമേകുവാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വരൂപത്തിലെന്നയ്യപ്പൻ രാജനു ദർശനമേകിടുന്നു. ദിവ്യസ്വരൂപം കണ്ട മഹാരാജനു ജന്മസാഫല്യമായി. കാനന മധ്യത്തിൽ എന്തിനു രാജൻ കോവിലു നിർമ്മിച്ചു? കാനനത്തിൽ നടന്നീ കഷ്ടപ്പാടുകൾ എന്തിനാ സൃഷ്ടിച്ചു? മണികണ്ഠൻ തന്നൂടെ വില്ലുകൂലച്ചൊരു ദിവ്യശരം തൊടുത്തു. വായും ശരം കാണാൻ ദിവ്യ നേത്രങ്ങള രാജനു നൽകുന്നു. ചെന്നു പതിച്ച ശരമങ്ങകലെ ശബരി തടത്തിലായി. അവിടൊരു ക്ഷേത്രം പണിയുവാൻ അയ്യൻ അനുഗ്രഹമേകുന്നു. അച്ഛാ, എന്തിനൊരു മുടിക്കെട്ടും കെട്ടിൽ നാളികേരവും? കച്ചകറുത്ത തരയിൽ കെട്ടും കയ്യിലേന്തും ശരവും. മോളെ പണ്ടു പുലിപ്പാലിനയ്യൻ പമ്പയിൽ പോയപ്പോൾ പന്തളരാജൻ മകനുള്ള ഭക്ഷണം ഇരുമുടിക്കെട്ടിലാക്കി. ദുഷ്ടമൃഗങ്ങളെ ആട്ടിയോടിക്കാൻ ബാണങ്ങളയ്യനേകി. ശിവനെ സ്തുതിക്കാൻ 3 കണ്ണുള്ളൊരു നാളികേരവുമേകി. എന്തിനാണച്ച ശിവനെ സ്തുതിക്കാൻ മൂക്കണ്ണൻ നാളികേരം? നാളികേരത്തിന്റെ ഉള്ളിലായി നല്ല നറുനെ നിറച്ചുവല്ലോ. പന്നകധാരിയാം ശ്രീ മഹാദേവനു 3 നേത്രങ്ങൾ. 3 കണ്ണിലെത്തി പൊരിയാല കാമനെ ചുട്ടില്ലേ. അയ്യന്റെ താതന മുക്കണ്ണനെ സ്തുതിച്ചങ്ങനെ നാളികേരം. കെട്ടിൽ കരുതുന്നു നെയ് നിറച്ചുള്ളവ ആഴിയിൽ വീഴ്ത്തുന്നു. ശബരിമലയ്ക്കിപ്പോൾ നമ്മൾ പോകുന്നത് പന്തള നാട്ടിലൂടാണോ? അയ്യപ്പൻ പിച്ചവച്ചോടി നടന്നൊരാ കൊട്ടാരം കാണാമോ? മോളെ പന്തള നാട്ടിലുണ്ടെന്നും പന്തളം കൊട്ടാരം. കൊട്ടാരത്തിൻ മണിമുറ്റത്തായി കോയിക്കൽ ശാസ്താവും ശബരിമലയിൽ പ്രതിഷ്ഠ കഴിഞ്ഞെന്ന്
മാറ്റി നിത്യപൂജയ്ക്കായി കൊട്ടാരമുറ്റത്തു കോവിലും നിർമ്മിച്ചു. അച്ഛാ പന്തള രാജ്യമെന്നുണ്ടോ, പന്തള രാജനുണ്ടോ? അയ്യപ്പ സ്വാമിക്ക് സ്വന്തമായുള്ളവ എന്തേലും അവിടുണ്ടോ? അന്നത്തെ പന്തള രാജ്യമിന്നില്ല, രാജപരമ്പരയുണ്ട്. അന്നത്തെ പോലെ ശബരീശന്റെ താതന്റെ സ്ഥാനമുണ്ട്. കൊട്ടാരത്തിലെ പള്ളിയറയിൽ വെച്ചിന്നും പൂജിക്കുന്നുണ്ട് അയ്യപ്പ സ്വാമി തന്മേനിയിലെ തിരുവാഭരണങ്ങളെല്ലാം. എവിടെയാണ് അച്ഛ വണങ്ങുന്നതാദ്യം? ശബരിമലയിലാണോ? എരുമേലിപ്പേട്ട എന്നാരോ പറയുന്നു, എന്താണെന്നോതിടാമോ? എരുമേലി നാട്ടിൽ പ്രസിദ്ധമായുള്ളൊരു ക്ഷേത്രം അതൊന്നുണ്ട്. അതിനൽപ്പം ദൂരത്തായി വാവരു സ്വാമിയും പേട്ടശാസ്താവുമുണ്ട്. പേട്ടശാസ്താവിനും വാവരു സ്വാമിക്കും പ്രത്യേക ക്ഷേത്രമുണ്ട്. മതഭേദമന്യേ മുസൽമാരും ഹിന്ദുവും ഒന്നിച്ചു പൂജയുണ്ട്. വാവരു സ്വാമിയുമാരാണെന്നോതാമോ? വേട്ടയ്ക്ക് പോകുന്ന വേഷത്തിൽ നിൽക്കുന്നത് അയ്യപ്പ സ്വാമിയല്ലേ? പേട്ടശാസ്താവു മണികണ്ഠസ്വാമിയാം അയ്യപ്പനാണു മോളെ. പണ്ടുകൂലിപ്പാലിനായി പുറപ്പെട്ട വേഷത്തെ ഓർമ്മിച്ചോളൂ. എരുമേലിയിൽ വന്നു നായാട്ടുകാരുമായി മൃഗയാ വിനോദം ചെയ്തു. അതുതന്നെ ആ ദിവ്യമാചാരമെന്നു നീ അറിയണമെൻ മകളെ. സ്വാമിയാരാണിന്നീ ദേവരെ അച്ഛൻ പറഞ്ഞില്ലല്ലോ. എല്ലാരും സ്വാമിയെ പ്രാർത്ഥിക്കുന്നല്ലോ, നമ്മൾക്കും പോയി വണങ്ങാം. വാവര് പശ്ചിമ തീരങ്ങളിൽ കടൽ കൊള്ളയുമായി നടന്നു. അയ്യപ്പ സ്വാമിയോടേറ്റുമുട്ടിത്തോറ്റു നല്ലവനായി മാറി. അനുചരന്മാരുമായി എരുമേലിയിൽ ചെന്നു നല്ലവനായി വാഴാൻ അനുവാദം നൽകിയ അയ്യപ്പ സ്വാമിക്ക് വാവർ സുഹൃത്തായി. താളവും മേളവും കേൾക്കുന്നുണ്ടച്ച, താളത്തിൽ തുള്ളുന്നു. അയ്യപ്പത്തിന്തകം പാടുന്നുമുണ്ടേ പച്ചില കൊമ്പുകയിൽ. എരുമേലിപ്പേട്ട ഇതാണെൻ മകളെ, പേട്ട കഴിഞ്ഞാലോ 3 വലം വെച്ചു പൂജയും ചെയ്തിട്ടു പൂങ്കാവനത്തിലേറാം. ഭൂതപ്രധാനിയാം വ്യാപരൻ അയ്യപ്പ സ്വാമി തൻ ദാസനല്ലോ. ഭൂതപ്രധാനിക്ക് 7 കോട്ടകൾ, കോട്ടപ്പടി മുഖ്യം. പൂങ്കാവനത്തിൽ കടന്നാലേ വീട് നാം ആദ്യം വണങ്ങിടണം. കഥയിൽ ചൊല്ലിയ ദേശങ്ങളൊക്കെയും കാണാൻ കൊതിയുണ്ടേ. അയ്യപ്പൻ മഹിഷിയെ കൊല്ലുന്ന നേരത്തു സാക്ഷാൽ മഹാദേവൻ കാട്ടുപ്ലാവിൽ ചാരി കാളപ്പുറത്തിരുന്നാർത്തുരസിച്ച ദേശം. അവിടെ വണങ്ങി നാം അഴുതയാറും കഴിഞ്ഞങ്ങനെ പോകുമ്പോൾ കല്ലിടാം കുന്നിലണഞ്ഞിടും നമ്മൾ, കല്ലിട്ടു പ്രാർത്ഥിക്കും. ഇതെന്തൊരു കഷ്ടം, ഈ എഴുതമല കയറാ. കല്ലിടം കൊന്നിൽ നാം എന്തിനാണ് അച്ഛാ കല്ലിട്ടു വന്ദിക്കുന്നു? മഹിഷിയെ കൊന്നയ്യൻ ഭൂവിലെറിഞ്ഞതീ അഴുതയാറിൻ കരയിൽ. അതിവേഗം കല്ലിട്ടെന്നവളെ മറയ്ക്കുവാൻ ബ്രഹ്മാവു നിർദ്ദേശിച്ചു. തലമുറയായിട്ടു ദുഷ്കർമ്മ പാപത്തിൻ കല്ലുകൾ നിക്ഷേപിച്ചു. പാപഭാരത്തിന്റെ അംശം കുറയ്ക്കുന്ന പാവനമായ കർമ്മം. കാട്ടിലെ പക്ഷികൾ പാടുന്നുണ്ടച്ച, കാനന ചോലയുണ്ടോ? ഏതാണ് കാനന താഴ്വരയച്ച, അല്പമിരുന്നു പോകാം. മോളെ കരിമല താഴ്വരയാണ്, അരികിലായി ചോലയുണ്ട്. കരിമലനാഥന്റെ പ്രതിമയുമുണ്ട്, കരിവീരന്മാരുമുണ്ട്. അരുവിലായി കാണുന്ന വൻമലയാണ് കരിമല, കഠിനമല്ലോ. ഈ മല കേറുവാൻ സ്വാമി അനുഗ്രഹമേകാതെളുപ്പമല്ല.
ശുദ്ധവ്രതത്തോടെ നോമ്പുകൾ നോറ്റവർക്കല്ലലില്ല. ഓരോ പാദം നീ ചവിട്ടിടുമ്പോഴും ശരണം വിളിച്ചോളൂ. കരിമല കേറി ഇറങ്ങി നാം ചെല്ലുമ്പോൾ വലിയാന വട്ടത്തിൽ ചെറിയാന വട്ടവും പിന്നിട്ടാൽ നമ്മൾ ആ പമ്പാതീരത്തണയും. വേട്ടയ്ക്ക് പന്തള രാജാവും കൂട്ടരും കാട്ടിൽ കടന്നപ്പോൾ ഒറ്റയ്ക്കോരോമന പൈതൽ കിടന്ന നദിക്കര പോവേണ്ടേ. മോളെ പുണ്യ നദി ഇതു പമ്പ സ്നാനം ജന്മസുകൃതം. ജന്മദോഷങ്ങൾക്കും കർമ്മദോഷങ്ങൾക്കും മോചനമേകും പമ്പ. നമ്മളെ വിട്ടു പിരിഞ്ഞ പിതൃക്കൾക്കു നാമേകും പിണ്ടദാനം. എല്ലാം ഏറ്റുവാങ്ങാൻ ഒരു പമ്പ, പാപവിനാശിനി പമ്പ. അച്ഛാ, പമ്പയിൽ സ്നാനം കഴിക്കാൻ ഇച്ഛയെനിക്കുണ്ട്. പമ്പാ സ്നാനത്തിൻ പുണ്യമോർക്കുമ്പോൾ എല്ലാം മറക്കുന്നു. പുണ്യമാം പമ്പയിൽ 3 നദികൾ തൻ സംഗമമുണ്ടല്ലോ. കാട്ടുമൃഗങ്ങൾ നിറഞ്ഞൊരിടം കര ഋഷ്യമുഖാചലവും. മണ്ഡലകാലമണഞ്ഞാൽ പമ്പതൻ പുണ്യപുളീനങ്ങൾ തിങ്ങി നിറയുമെന്നയ്യപ്പ ഭക്തന്മാർ നിർമ്മിക്കും പർണശാല. അച്ഛാ, പമ്പയിൽ ഞാനും ഇറങ്ങുന്നു, ഒന്നു പിടിച്ചോണേ. അയ്യോ എന്ത് കുളിരാണച്ചാ, ക്ഷീണമകലുന്നു. പമ്പയിൽ സ്നാനം കഴിഞ്ഞു നീ പുണ്യമാം ദീപം തെളിക്കേണം. പെരിയ സ്വാമിക്കു ദക്ഷിണ നൽകി സദ്യ കൊടുക്കേണം. ഭക്തന്റെ വേഷത്തിൽ സ്വാമിയും പമ്പാ സദ്യയിൽ പങ്കുചേരും. സദ്യ വിളമ്പിക്കൊടുക്കുന്നതും ഭിക്ഷയേകുന്നതും പുണ്യം. ശോഭയിൽ മിന്നുന്നു പുണ്യനദിയിലെ കുഞ്ഞോളങ്ങളിൽ വർണ്ണമയുഗങ്ങൾ. മോളെ പുണ്യസരിത്തായ ഗംഗാദേവിക്കു തുല്യയാണീ. അയ്യപ്പ ഭക്തി നിറഞ്ഞു കവിയുന്ന പുണ്യമം പമ്പാ നദി. പാപദാനത്തിനു നാണയം പമ്പാ സരസിൽ വലിച്ചെറിഞ്ഞും കായശുദ്ധിക്കും മനസ്സിനും പുണ്യ തീർത്ഥമായും ഭജിക്കുന്നു. നദി തൻ കരയിൽ കാണുന്നൊരു ക്ഷേത്രം അതേതാണ്. എല്ലാരും പോയി വണങ്ങുന്നു, കേരമുടയ്ക്കുന്നു. പമ്പ നദിക്കരെ വാഴും ഗണപതി കോവിലതാണല്ലോ. ഗജമുഖനാകും ഗണപതി ശാസ്താവിൻ സോദരനാണല്ലോ. വിഘ്നങ്ങളൊന്നും വരാതിരിക്കാനൊരു നാളികേരമുടച്ചു. വിഘ്നേശ്വരനെ തൊഴുതു നമുക്കാ നീലിമല കയറാം. നീലിമല കേറി ചെന്നാൽ സ്വാമിതൻ കോവിലെത്താമോ? സ്വാമിയെ കാണാൻ സങ്കടം ചൊല്ലാൻ മനസ്സു കൊതിക്കുന്നു. നീലിമല കേറി അപ്പാച്ചിമേടതിൽ നമ്മൾ അണഞ്ഞിടും. അപ്പാച്ചിമേട്ടിലൂടങ്ങനെ പോകുമ്പോൾ 2 ഗർത്തങ്ങളുണ്ട്. കടുവര സ്വാമിയ ദുർദേവതകളെ ബന്ധിച്ചു നിർത്തുമിടം. കന്നിമലക്കാര ഗർത്തങ്ങളിൽ അരിയുണ്ട എറിയേണം. ഇനി എത്ര ദൂരം നടന്നാൽ നമ്മൾ ശബരിപീഠത്തിലെത്തും. അവിടെ നിന്നെത്ര നടന്നാൽ നമ്മൾ സന്നിധാനത്തിൽ ചെല്ലും. മോളെ അപ്പാച്ചിമേടു കഴിഞ്ഞു നാം ശബരിപീഠമണഞ്ഞു. രമണീയ സുന്ദരമായ തപോവനം ശബരിയിരുന്ന സ്ഥലം. ശബരിയെ വന്ദിച്ചു ശരം കുത്തിയാലിന്റെ തറയിൽ നമുക്ക് ചെല്ലാം. കയ്യിൽ കരുതിയ പാപശരങ്ങൾ അത്തറയിൽ ഉപേക്ഷിക്കാം. ഉച്ചത്തിൽ ശരണം വിളികൾ കേൾക്കുന്നു, വെടികൾ മുഴങ്ങുന്നു. പൂജമണിയുടെ നാദവും കേൾക്കുന്നു. 18 പടി കാണാം. 18 പടികളും കേവലമായുള്ള പടികളല്ലൻ മകളെ. പടി 18 18 ഉജ്വല തത്വസോപാനങ്ങൾ.
ഭാരത പുണ്യ പുരാണ ശാസ്ത്രങ്ങൾ 18 ഭഗവാന്റെ പൂങ്കാവനത്തിൽ മലകളും 18 അയ്യപ്പ സ്വാമി തൻ കോവിലിൽ മുമ്പിലെ തത്വമസി എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നതിൻ പൊരുൾ എന്താണെന്നോതിടമോ? തത്വമസി എന്ന വാക്കിൻ പൊരുൾ അതു നീ തന്നെയാകുന്നു. ഈ പ്രപഞ്ചത്തിൻ ചരാചരമൊക്കെയും നീ തന്നെയാകുന്നു. ക്ഷേത്രമെന്നാൽ സ്വശരീരമെന്നും ദിവ്യ കോവിൽ ഹൃദയമെന്നും അയ്യപ്പ സ്വാമിയ ക്ഷേത്ര സങ്കല്പങ്ങൾ രാജനോടോതിയില്ലേ? പടികൾ കടന്നു ചെന്നയ്യനെ കാണാൻ കൊതിയാകുന്നു. സ്വർണ്ണപ്പടിയിൽ ചവിട്ടാൻ മടിച്ചെന്റെ പാദം വിറയ്ക്കുന്നു. പടിതൊട്ടു വന്ദിച്ചു ഭക്തി പുരസരം വലതുകാൽ വെക്കേണം. ശരണം വിളിച്ചു മനസ്സിലെ മാലിന്യം കഴുകിക്കളയേണം. അതു കഴിഞ്ഞോരോ പടിയിൽ യഥോചിതം കേരമുടക്കേണം. പടി 18 കടന്നു കയറുമ്പോൾ പരമമാം സായുജ്യം. അച്ഛാ എന്നെ എടുത്തൊന്നു സ്വാമി തൻ വിഗ്രഹം കാട്ടൂലേ? എല്ലാരും സ്വാമിയെ കണ്ടു വണങ്ങുവാൻ തിക്കും തിരക്കുമായി. മോളെ സ്വാമി തൻ കോമള വിഗ്രഹം ചാരത്തു കണ്ടോളൂ. യോഗാസനസ്ഥനായി പീഠമൊന്നിൽ മണികണ്ഠനെ കണ്ടോളൂ. പാലഭിഷേകവും നെയ്യഭിഷേകവും മഞ്ഞനീരാട്ടുമായി തിരുവാഭരണ വിഭൂഷിത ദർശനം 1 കോടി പുണ്യമല്ലോ. എവിടെയാണച്ചാ ജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട്? മകരവിളക്കും ആ ജ്യോതിയും കണ്ട് വണങ്ങുന്നതെത്ര ഭാഗ്യം. തിരുവാഭരണമണിഞ്ഞുകൊണ്ടയ്യനി കോവിലിൽ വാഴുമ്പോൾ മകരവിളക്കു കൊളുത്തി 18 പടിയിലേക്ക് എഴുന്നള്ളിക്കും. ആ സമയത്തൊരു കൃഷ്ണപ്പരുന്തു പറന്നു വരുമല്ലോ. ദൂരെയ പൊന്നമ്പലമേട്ടിലപ്പോൾ ജ്യോതി തെളിയുമല്ലോ. കണ്ടു കണ്ടെന്റെ മനസ്സു നിറഞ്ഞച്ച കണ്ണു നിറയുന്നു. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും നാടിനും നന്മ വരാൻ തൊഴുതു. മോളെ ഇനിയുണ്ട് മാളികപ്പുറമെന്ന ദേവിയൊരാളവിടെ. ലോകമാതാവാം പരാശക്തിയായി കണ്ടമ്മയെ വന്ദിക്കണം. ചാരത്തു മലനട ഭഗവതി കോവിലിൽ കാണിക്ക നൽകേണം. വെടിവഴി പാടും കടുത്ത സ്വാമിക്കായി വറപൊടി നൽകേണം. പുറമെന്നീ ദേവരെ അച്ഛൻ പറഞ്ഞതില്ല. നാരികൾക്കേറെ വിലക്കുള്ള കോവിലിൽ നാരിയൊരാളെങ്ങനെ? മഹിഷിക്കു മോക്ഷം കൊടുത്തപ്പോഴയ്യന്റെ മുമ്പിലണഞ്ഞല്ലോ. ഗാലവമാമുനി തന്റെ മകൾ ദത്ത ഭാര്യ സതിലീല. അവളെ സഹോദരി ഭാവത്തിൽ കണ്ടയ്യനരികത്തിരുത്തുന്നു. അവളാണു മാളികപ്പുറമെന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ദേവി. ചേട്ടനും അമ്മയ്ക്കും നൽകിടാൻ അരവണ വാങ്ങേണ്ടേ? അവലും മലരും നല്ലുണ്ണിയപ്പവും നമുക്ക് വാങ്ങേണ്ടേ? പടി 18 കയറിയ പോലെ നാം പുറകോട്ടിറങ്ങേണം. പടികളെ വന്ദിച്ചു വാവരു സ്വാമിയെ തൊഴുതു മടങ്ങിടാം. ഇനിയും മല കേറി കർപ്പൂരപ്രിയനെ കാണാൻ വരണമല്ലോ. കലിയുഗ വരദൻ ശ്രീ ധർമ്മശാസ്താവിന്റെ ചരിതങ്ങൾ കേൾക്കേണം.